ഇപ്പം ഞാനുള്ളത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് ഞാനൊരു അടിപൊളി സിനിമ കാണാൻ വേണ്ടി അടിപൊളി തിയേറ്റർ, കേരളത്തിലെ നമ്പർ 1 തിയേറ്റർ എന്ന് പറയപ്പെടുന്ന ഏരിസ് പ്ലസിലേക്കാണ് ഞാൻ പോകുന്നത്. ഇത് പഴയൊരു SL തിയേറ്ററാണ്. കേരളത്തിൽ തന്നെ ആദ്യത്തെ മൾട്ടിപ്ലക്സ് തിയേറ്റർ എന്ന് പറയാൻ പറ്റുന്നൊരു തിയേറ്ററാണ്. 1982 ഉദ്ഘാടനം ചെയ്ത സമയത്ത് തന്നെ 4 തിയേറ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇവിടെ 6 സ്ക്രീൻ ഉണ്ട്. അപ്പോൾ ഓൾറെഡി ഞാൻ ഇവിടുത്തെ നല്ല ഇപ്പോൾ സൂപ്പർ ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന അജയൻ്റെ രണ്ടാം മോഷണം എന്ന് പറഞ്ഞ ARM എന്ന് പറഞ്ഞ സിനിമയാണ് ഞാൻ കാണാൻ വന്നിട്ടുള്ളത്. അപ്പോൾ തിയേറ്ററിൽ ഇപ്പോൾ ഷോ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ എൻട്രൻസിലേക്ക് എത്തി. എൻട്രൻസിലെത്തുമ്പോഴത്തേക്കും നമ്മൾ സാധാരണ മാളെല്ലാം കയറും പോലെ ബാഗ് ചെക്കിംഗ് ഉണ്ട്. അപ്പോൾ ചെക്കിങ് കഴിഞ്ഞ് നമ്മൾ ഉള്ളിലേക്ക് കയറിയാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഓഡിയോ 1. എൻ്റെ ഓഡിയോ 1 ആണ്, വലിയ സ്ക്രീനിലാണ് ഞാൻ കാണുന്നത്. അപ്പോൾ എക്സിലേറ്റർ ഉണ്ട്, 3ാമത്തെ നിലയിലാണ് ഓഡിയോ 1. അപ്പോൾ ഓരോ നിലയിലായിട്ട് 2-3 തിയേറ്ററായിട്ടാണ് ഉള്ളത്. അത് വലിയൊരു സംഭവം തന്നെയാണ്. മുൻപേ ഇങ്ങനെയാണ്, ഇപ്പോൾ കുറച്ച് മാറ്റം വരുത്തി തിയേറ്ററിൻ്റെ കാര്യത്തിൽ അത്രയേ ഉള്ളൂ. അപ്പോൾ ഓരോരോ നിലയിലുള്ള ഓരോരോ സ്ക്രീന്, അതുപോലെ നല്ല ഭംഗിയുള്ള സീറ്റുകളും എല്ലാം നല്ല തിയേറ്ററാണ് എല്ലാം. ഞാനതിൻ്റെ എല്ലാം ദൃശ്യങ്ങൾ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആദ്യമായിട്ട് സൗത്ത് ഇന്ത്യയിൽ തന്നെ ലേസർ പ്രൊജക്റ്റ്, ഡബിൾ ലേസർ പ്രൊജക്റ്റ് വെച്ച തിയേറ്ററാണിത്. ഇപ്പം ഒരുവിധം എല്ലാ സ്ഥലത്തായി. അപ്പോൾ ബിഗ് സ്ക്രീനാണ്, പഴയ 70mm തിയേറ്റർ എല്ലാം. അപ്പോൾ 70mm പ്രൊജക്റ്റിൽ ഇവിടെ ഉണ്ട് പുറത്ത് തന്നെ, ഞാൻ അതെല്ലാം കാണിക്കുന്നുണ്ട്. അപ്പോൾ പടയോട്ടൽ ഇവിടെ കളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടത്തെ ആ ഓരോരോ സെക്ഷനും ഓരോരോ രീതിയിലാണ്. നമ്മളെ പഴയ പ്രമുഖ കലാകാരന്മാരും ഇന്ന് ജീവിച്ചിരിപ്പുള്ളവരും ജീവിച്ചിരിപ്പില്ലാത്തവരും എല്ലാം അവിടെ വലിയൊരു ക്യാൻവാസിൽ അവിടെ ഒരുക്കിയിട്ടുണ്ട് പിക്ചർ. അതുപോലെ അതെല്ലാം ആകർഷണം തന്നെ. ഇതാണ് എനിക്ക് ഏറ്റവും ആകർഷണം തോന്നുന്നത്. ഞാൻ ഇതുവരെ ഈ ഒരു 70mm പ്രൊജക്റ്റ് കണ്ടിട്ടില്ല നേരിട്ട്, ആദ്യമായിട്ട് ഞാൻ കണ്ടു. സിനിമ നമ്മൾ 70mm നമ്മൾ ജനിക്കുന്നത് സമയത്ത് തന്നെ ഉണ്ടെങ്കിൽ നമ്മൾ കണ്ടിട്ടില്ല, ഓർമ്മയിലില്ല. അപ്പോൾ പടയോട്ടം ഇവിടെ കളിച്ചിട്ടുണ്ട്, 100 ദിവസം കളിച്ചതായിട്ട് ഇവിടെ ഉണ്ട്. അതിൻ്റെ ഷീൽഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് നമ്മൾക്ക് വളരെ നേരത്തെ കോസ്റ്റ്ലി സാധനമായ പ്രൊജക്റ്റ്, നമ്മുടെ 70mm പ്രൊജക്റ്റ്. ഇന്ന് അതിൻ്റെ ഒരു വേർഷനാണ് ശരിക്കും പറഞ്ഞാൽ IMAX എന്ന് പറയാൻ വേണമെങ്കിൽ. അത്രയേറെ അന്നത് വലിയ 1 കോടി ബജറ്റിൽ പൂർത്തിയാക്കിയ സിനിമയായിരുന്നു പടയോട്ടം അന്ന് ആ സമയത്ത്. അപ്പോൾ ഇന്നത്തെ ശരിക്കും പറഞ്ഞാൽ 100 കോടി ചിലവ് എന്ന് പറയാം, അന്നത്തെ 1 കോടി എന്ന് പറയുമ്പോൾ 82 കാലഘട്ടങ്ങളിലെല്ലാം. അപ്പോൾ അത്രയേറെ ഒരു വിശേഷപ്പെട്ട ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നി. അന്നത്തെ കാലത്തെ ലെൻസും കാര്യങ്ങളൊക്കെ, ലെൻസാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതിൻ്റെ. അപ്പോൾ അത് നേരിട്ട് കാണാൻ പറ്റി, ഒരു സന്തോഷം തന്നെ. അതുപോലെ ഈ തിയേറ്ററിൻ്റെ സമുച്ചയം ഇങ്ങനെയാണ്, പല പ്രമുഖ കലാകാരന്മാരുടെ ചിത്രങ്ങളുണ്ട്. അതുപോലെ തന്നെ തിയേറ്ററിൻ്റെ ഉൾഭാഗത്തുള്ള ഓഡിയോ 1, ഓഡിയോ 2, 3 അങ്ങനെ ഓരോരോ ഭാഗങ്ങളും ഞാൻ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. എല്ലാം അടിപൊളിയാണ്. സോഫ സെറ്റ് പോലെയെല്ലാം ചെറിയ സ്ക്രീനിൽ പോലും പിന്നെ അത്രയും സീറ്റുകളുള്ളത് 160-170 സീറ്റുള്ളതും എല്ലാം തിയേറ്ററുണ്ട്. അതിന് പോലും ലക്ഷറി ടൈപ്പാണ് സീറ്റെല്ലാം. എല്ലാം അടിപൊളിയാണ്. ഞാൻ കയറുന്നത് ഇത് ഏറ്റവും ചെറിയ തിയേറ്ററാണ്. അതുപോലെ തന്നെ ഞാൻ കയറുന്നത് ഏറ്റവും വലിയ തിയേറ്ററാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ ഇത് നല്ല അടിപൊളി സൗണ്ട് സിസ്റ്റവും കാര്യങ്ങളിലൊക്കെയാണ്. അതുപോലെ 64 ചാനലാണ് സൗണ്ട് സിസ്റ്റം ഞാൻ കയറിയ ആ തിയേറ്ററിലേക്ക് വരുന്നത്. 64 ചാനൽ എന്ന് പറയുമ്പോൾ നമ്മൾക്കറിയാം, കേരളത്തിലെ ഒരു 5 തിയേറ്റർ എൻ്റെ ഓർമ്മയിലുള്ളൂ, വേറെ ഉണ്ടെന്ന് എനിക്കറിയില്ല. തൃശ്ശൂർ രാഗം, അതായത് പിന്നെ അതുപോലെ ദേവ് സിനിമാസ്, അതുപോലെ ജോസ് സിനിമാസ്, തൃശ്ശൂരിലെ 3 തിയേറ്റർ. പിന്നെ അതുപോലെ കൊല്ലത്തെ രേവതി സിനിമാസ്, അതുപോലെ നമ്മുടെ സ്വന്തം തിരുവനന്തപുരത്തെ ഏരിസ് പ്ലസ്. അപ്പോൾ ഇത്രയും വലിയ സംഭവമാണ്. അപ്പോൾ തിയേറ്ററിനുള്ളിൽ ഞാൻ കയറിയിട്ടുണ്ട്. 3D വിസ്മയമാണ് കാണാൻ പോകുന്നത്. അജയൻ്റെ രണ്ടാം മോഷണം 3D ആണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ സിനിമ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അജയൻ്റെ രണ്ടാം മോഷണം വേറെ ലെവലാണ്. 3D അത്രയും സൂപ്പർ ഫ്രെയിമായിട്ടുള്ള പടമാണ്. എല്ലാവർക്കും അറിയാം, 100 കോടി ക്ലബിലേക്ക് ഇപ്പം കയറിയിട്ടുമുണ്ട്. അപ്പം ഞാൻ സെക്കൻഡ് വീക്കിലാണ് പടം കാണാൻ പോയത്. വീഡിയോ ഇടാൻ കുറച്ച് താമസിച്ചതേ ഉള്ളൂ. അപ്പോൾ ഈ സിനിമ വേറെ തന്നെ ഒരു ലെവലാണ്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ഞാൻ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും കാണണമെന്ന് ഞാൻ പറയൂ. നല്ല സിനിമകൾ നമ്മളെപ്പോഴും നല്ല തിയേറ്ററിൽ തന്നെയാണ് ഞാൻ കാണല്. അപ്പോൾ എനിക്ക് വലിയൊരു സന്തോഷമായി.
തിരുവനന്തപുരത്ത് ഞാൻ ഒരു കല്യാണത്തിന് വന്നതായിരുന്നു. അപ്പോൾ തിരുവനന്തപുരത്ത് വന്ന സമയത്ത് നമ്മൾക്ക് ഏരിസ് പ്ലസ് എന്ന സിനിമയിലേക്ക് സിനിമ കാണാൻ ഒരു താല്പര്യം തോന്നി. ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു നേരത്തെ. അപ്പോൾ ഇവിടെ വന്ന് നല്ലൊരു സിനിമ അനുഭവം തന്നെ എനിക്ക് കിട്ടി. സൂപ്പർ ടാക്കീസ്, ഒരു രക്ഷയുമില്ല. സൗണ്ട് കൊണ്ടും ദൃശ്യവിസ്മയം കൊണ്ടും സ്ക്രീനിൻ്റെ ക്ലാരിറ്റി കൊണ്ടും ലേസർ ഡബിൾ പ്രൊജക്റ്റ് ആയതുകൊണ്ട് വളരെ നല്ല ക്ലാരിറ്റി ഉണ്ട്. നല്ല മണി പോലെയുള്ള സൗണ്ടും അലോസരമാക്കാതെയുള്ള സൗണ്ട് സിസ്റ്റം. ഇനിയും ഇവിടെ വന്ന് സിനിമ കാണണം തോന്നിപ്പോകുന്ന തരത്തിലാണ് എനിക്ക് തോന്നിയത്. അത്രയും നല്ല തിയേറ്ററാണ്. വെറുതെയല്ല, കേരളത്തിലെ ഏറ്റവും നല്ല തിയേറ്റർ, നമ്പർ 1 തിയേറ്റർ എന്ന് പറയപ്പെടുന്നത്.